അടാ ആഹാ പുല്ല് കൊണ്ടുവരുന്ന കാഴ്ച. അങ്ങനെ പുല്ലാണ് ഈ കണ്ണത്ത ദൂരത്ത് ചെയ്തൊക്കെ ഫുള്ള് കൃഷിയല്ലത്. ഹായ് 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 ചെങ്ങന്മാരേക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സാറന്മാരുടെ കൂടെ സ്കൂളിലെത്തിയിട്ട് അവരുടെ കൂടെ പുറത്തേക്ക് പോകണം. എവിടേക്കാണ് സാറേ പോകുന്നത്? ഗംഗ നദി കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബോട്ട് സർവീസിനും കൂടി ശ്രമിക്കുന്നുണ്ട് നമ്മൾ. പിന്നെ പാലം കാണുക. പാലം ഏത് പാലം? ഒരു ഇന്ത്യയിൽ തന്നെ ഒരു വലിയൊരു പാലം പൊളിഞ്ഞത്. ആ പാലം എന്താ നിർമ്മാണമൊക്കെ അല്ലേ തൊട്ടപ്പുറത്തുള്ള മൂന്നാല് പ്രാവശ്യം പോയി. എന്നാ പിന്നെ ഇന്നത്തെ ദിവസം എങ്ങനെയാണ്? ആണോ? ഓ ഓരോട് മരിക്കുമ്പോ ഓരോ പ്രാവശ്യം ഇവിടെ തീയിടും. ഇവിടെ തീയിടുന്നോ? ആളുകൾ വന്ന് തീയിടുക. ഓരോ ട്രക്ക്. അല്ല അവരുടെ ദേഷ്യം തീർക്കുകയാണ്. അല്ലാതെ എന്താ ചെയ്യല്ലേ? ആളുകളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലായാലും. അതെ, പറയണ്ട. ഇതുപോലെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ഇല്ല, അത് നിർത്തിക്കൂല. അതാണ് തിരിച്ചു പോവാ. നമ്മള് എന്താ ഇവിടുത്തെ സ്കൂളത്തെ വണ്ടിയിലാണ് പോകുന്നത്. നമ്മുടെ വണ്ടി വന്ന ദിവസം പിറ്റേ ദിവസം അൻസാർ കയറ്റിയിട്ടതാണ് അവിടെ. അവിടെ നിന്ന് എടുത്തില്ല. ഇവിടുന്ന് പോകുമ്പോൾ കാണാം നമ്മൾക്ക് ഒന്ന് വണ്ടി കഴുകി അതുപോലെ തന്നെ ഉള്ളൊക്കെ ഒന്ന് പൊടി തട്ടി ക്ലിയർ ആക്കുകയൊക്കെ ചെയ്യണം. നോക്കും. അതെ അതെ, ഇത് ബീഹാറാണ്. അതാണ്. ആള് വന്നു, നമ്മളെ കൊണ്ടുപോകാനുള്ള ആള് വന്നിട്ടുണ്ട്. സാറേ, സാറിന്റെ ആരാള്? എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, ഞാൻ പഠിപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന് നല്ല നിലയില. ഇവിടെ ഈ പോത്തുകൾക്കൊക്കെ മേലെ ഇങ്ങനെ ചാക്കിട്ട് എന്താ തണുപ്പിന്റെ വിഷയമാണല്ലേ? അത് ഞാൻ ഇന്നലെ ഞങ്ങൾ ടൗണിലേക്ക് പോയപ്പോഴൊക്കെ കണ്ടായിരുന്നു. ഞാൻ തണുപ്പിന്റെ അത്ര ചിന്തിച്ചില്ല. രാത്രിക്ക് ഒരു 2 മണിയിലെ 1 മണി 2 മണിക്കെല്ലാം നല്ല തണുപ്പാകും. വല്ലാണ്ട് ബാധിച്ചു പശുക്കൾ മരിച്ചു. ഇവരുടെ ഒരു പ്രധാന വരുമാനമാണല്ലേ? ഇവിടെ എല്ലാ വീട്ടിലും ഉണ്ടാവും. അതെ, മാംഗോ. ഇത് ചക്കയല്ലേ? അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഹൈവേയിൽ ഒന്നിട്ട് മാറി നിർത്തിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ എന്താ ലിച്ചിയുടെ തോട്ടം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ലിച്ചിയുടെ തോട്ടം. അതിലേക്ക് അങ്ങ് കടുകാണ് ഫുള്ളായിട്ടില്ലേ? നല്ല രസമുണ്ട് പന്നെ കാണാൻ. അതെ, ചോറ് കറങ്ങി തിരിയാണല്ലോ. അല്ല, ഞാൻ ഡോർ അടക്കാതെ പോന്ന്. ഇവര് തന്നെ ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കടുക് അല്ലേ? ഇത് കംപ്ലീറ്റ്. അതിൻ്റെ അപ്പുറത്താണ് ലിച്ചി തോട്ടം. ലിച്ചി ഉണ്ടാവുമേ? മെയ്യിലോ? മെയ് മാസത്തിലുണ്ടാവുള്ളൂ. പണ്ടങ്ങൾ പൂന്തോട്ടത്തിൽ കൂടെ നടക്കുന്ന ഒരു ഫീല് കിട്ടുന്നില്ല ഇപ്പോൾ? ഇതൊക്കെ അദ്ദേഹം അല്ല. ഇതൊക്കെ പുല്ലരിഞ്ഞിട്ട് പൈക്കൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ കടുക് കൃഷിയല്ല ഇത് ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ ഇതാണ് കേട്ടോ ലിച്ചിയുടെ മരം എന്ന് പറയുന്നത്. ഉക്കുവിന് ഈ ലിച്ചി എന്താ മനസ്സിലായോ? ആ ചെറുത്, റംബുട്ടാന്റെ മാതിരി തന്നെ ഒരു ചെറുത്. बगीचा में लोकल होता है ना लाइवलीहुड, मतलब जैसे पेड़ आम लीची वगैरह आम आया उसी समय तो वहाँ पे बैठ के सब लोग जो होते हैं, मतलब सिक्योरिटी है, गार्ड सिक्योरिटी गार्ड का शेल्टर है. അതായത് എന്താ ലിച്ചി ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ ഒരാളുണ്ടാവും എന്നാണ് പറയണേ. കാരണം അതിന് ഒരു നോട്ടക്കാരൻ അല്ലേ? അതെന്താ ആളുകൾ സമയത്തൊക്കെ ഇതൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സാധനങ്ങളാണ്. അതെ അതെ അതെ, നല്ല വിലയാണ് അല്ലേ? ഇവിടുത്തെ പിള്ളേരും അങ്ങനെ തന്നെയാണ്, അവന്മാര് വിട്ട് വിടൂല. ഇത് ചീരയാട്ടാ.
ചീര ആ ഇത് നമ്മളിവിടെ മാർക്കറ്റിലൊക്കെ കാണാറുണ്ട്. पूरा लाल दिखता आपको, लेकिन मई में जब ये आएगा ലിച്ചിയുടെ മരം പക്ഷേങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ ടൈം അല്ല, അതുകൊണ്ട് ഇത് കാണാൻ വേണ്ടി പറ്റാത്തത് ഇല്ലാത്തത്. ഈ ഒരു കാറ്റുണ്ടല്ലോ, ഈ കാറ്റ് നല്ല തണുത്ത കാറ്റാണത്. നമ്മളെ ജാക്കറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ और ये अलग बगीचा घूमने का टाइम है मई മെയ് जून। മെയ് ജൂൺ. हाँ मई जून, ये बगीचा घूमने का मई जून टाइम है, आपको पूरा लाल दिखेगा। हाँ ठीक है. अच्छा നമ്മുടെ सब्जी बनाते हैं इसमें। नहीं हम लोग नहीं बना, लेकिन अभी जो हम लोग शहर मूव किए पटना भागलपुर, तो वहाँ पर इसका सब्जी बिकता है। എന്താ പറയുന്നത്? हाँ പട്ന ഗുല്ലർ के ബാഗൽപൂരൊക്കെ ഏരിയ ഇല്ലേ, അവിടേക്ക് ഈ സാധനം അവർ वहाँ सब्जी मंडी में हम ആളുകൾ देखते हैं। മേടിക്കുന്നുണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ സാധനം നമുക്ക് എന്താ നമ്മുടെ പാറോത്തിന്റെ കായാണ്. ഈ കായ എടുത്താണ്ട് ഇവര് സബ്ജി ഉണ്ടാക്കുന്ന പറയുന്നത്. നമ്മുടെ സാധാ പാറോത്തിന്റെ മരം തന്നെ ഉണ്ടോ? പർവ്വത്ത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇതിന് പറയുക? അത് വിഷക്കാന്നാ ഇതിനൊക്കെ പറയുന്നുണ്ട്. വിശക്കായേ ആ വിഷക്കായ നമ്മളൊന്നും ഇത് ആറ്റിലൊക്കെ പോകുമല്ലോ നമ്മള്. ആ അതെ. ഓ ചെറിയൊരു വഴിയാണ് മക്കളെ. ആറിന്റെ ബാങ്കിലൊക്കെ ഉണ്ട് ഒത്തിരി. തീർച്ചയായിട്ടും നമ്മുടെ തോട്ടിന്റെ പറ്റിനും പോയമാട്ടിലൊക്കെ ഉണ്ടാവും. ഇതിലാണ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിരിക്കുന്നത്. ഇത് ഫുള്ള് ഇവരുടെ സ്ഥലം കേട്ടോ. ഇദ്ദേഹം ഇവിടുത്തെ ഒരു പ്രസിഡന്റിന്റെ മകനാണ് അല്ലേ? ഇവിടുത്തെ മെയിൻ ഇവിടുത്തെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അവസ്ഥ? മെയിൻ ആളാ. അതെ പറഞ്ഞതിന്റെ അപ്പുറം ഇവിടെ ആരും പോവില്ല. അതൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആർമിക്കാർക്കൊക്കെ വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇവര് സ്ഥലം, ഇവരുടെ സ്ഥലമാണ്. ഇവരുടെ സ്ഥലം തന്നെയാണ്. അവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എത്ര ഭൂമിയുള്ള ഒരു ഫ്രീ ഒരു ഓപ്പൺ ജിം തന്നെ, പക്ഷെ അത് നല്ല കാടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി. ये जो है ना आपका, ये समझिए पेट के लिए, मतलब वो जो डाइजेशन के लिए बेस्ट फूड है। हाँ ये वुड एप्पल है ना, डाइजेशन के लिए बेस्ट। ആരാണ് എന്താണ്? നമ്മുടെ ആവണക്കലയില്ലേ, ആവളക്കണ്ണ. അല്ല സോറി ആവണക്കല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂവളത്തല്ല, കൂവളം. ഇപ്പൊ നമ്മുടെ ഈ ശിവന്റെ ഒക്കെ അമ്പലത്തിൽ പോകുമ്പോ കൂവളത്ത് അതിൽ നിന്ന്, പക്ഷെ അതിന്റെ കായ നമ്മൾ അവിടെ കഴിക്കില്ലല്ലോ. പക്ഷെ ഇവിടെ ഇതിന്റെ കായ എടുത്ത് പഴുത്ത് കഴിയുമ്പോഴേ അതും കഴിക്കുക. ബാബ കാണിച്ചത് അതാണ് കായ. അതാണ് കായ. ഏതാ വലുത് നേരത്തെ കണ്ട കായ? ഈ സാധനം ഇങ്ങനെ പൊട്ടിച്ചതിന്റെ ഉള്ളിലൊരു മഞ്ഞ പരിപാടി ഒക്കെ ഉണ്ട്. പൊട്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ, അറിയാൻ പറ്റുമോ? ഉണ്ടോ ഈ സാധനം ഇല്ലേ, ഇതിങ്ങനെ കൂരുവൊക്കെ എടുത്ത് കളഞ്ഞ് ഇത് ഇച്ചിരി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇവര് കുടിക്കും. ആ ചൂടുകാലത്ത് പക്കയാണ്. വയറൊക്കെ നല്ല നല്ല അടിപൊളി തണുപ്പ് കയറും അല്ലേ? സൂപ്പർ സാധനം. ഇതിപ്പോ പഴുത്ത സാധനം തന്നെയാണ്. पूरा पक जाता है। पक जाता है पूरा पक के एकदम ब्राउन हो जाएगा, ऑरेंज होता है ना, पक के। और इसको खा सकते, नॉर्मली खा सकते हैं, നോർമലി കാസ് ऐसे चम्मच डायरेक्ट खा सकते നല്ല അങ്ങനെ തന്നെ തിന്നാം. നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിലുണ്ടത്. ആണോ? ഇതിപ്പോ അത്ര മൂക്കാത്ത സാധനമാണ്. ഇത് ശരിക്കും പഠിച്ചിട്ടുള്ളത്. नॉर्मली आप गर्मी मई का जो टाइम बोले ना, या उसके बाद डायरेक्ट गिरेगा, पकेगा। സമ്മർ സീസൺ അല്ലേ, और एक ചൂട് സമയത്ത് ശരീരം डेली ये पीता है। और नो डाइजेशन प्रॉब्लम, डेली मॉर्निंग टेक कीजिए, नो डाइजेशन प्रॉब्लम। നല്ല എങ്ങനെ പാലിലടിക്കാം? പാലിടാം, പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ടടിക്കാം, പഞ്ചസാര ഇട്ടടിക്കാം. ഇത് നോർമലിലുള്ള ടേസ്റ്റ് എന്താ ഇതിന്റെ? മധുരാണോ അതോ? ഒരു ചെറിയൊരു ഗ്രീൻ ആപ്പിളിന്റെ ഒരു ചെറിയ ടേസ്റ്റ് ഒക്കെ വരും. वन जलेबी सर, वो जो आप लोग जो जलेबी वो हलवाई वाला खाते हैं ना, जो वो देता है, अभी वो मतलब अभी सीजन नहीं है, वो मई का है। उस टाइम पेड़ में जलेबी फलेगा एकदम जलेबी जैसा। जो हम लोग का है नेशनल जलेबी, वो पेड़ में फलता है। ഇവനില്ലേ, നല്ല പയറാണ്. ഇവൻ MLA എടുക്കാൻ സംസാരിച്ചോണ്ടിരിക്കും. MLA-നോട് നമ്മളെ MLA ഇല്ലേ, MLA എടുക്കുന്ന നമുക്ക് ഒഴിവായി വന്നത്. നമുക്ക് വേണ്ടി MLA ഒഴിവാക്കിയിട്ടാണ് നമ്മളടുത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതാണ് ബിബിയുടെ പവർ എന്ന് പറഞ്ഞത്. അതാണ് PV സാറുടെ പവർ. നല്ല കടകും പാടൊക്കെ കണ്ട് ഞങ്ങള് വീണ്ടും. അല്ല അത് കറക്റ്റ് കേട്ടോ. ഞാൻ ചുമ്മാ തമാശ പറയല്ലേ, ഇവിടെ വന്നതിന് ശേഷം മലയാളീസ് ഏറ്റവും കൂടുതൽ ലോക്കല് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടാക്കിയെടുത്തത് പുള്ളി ഒരു ടീച്ചറായിട്ട്. സ്കൂള് നടത്തി സപ്പോർട്ട് ചെയ്യുന്നതല്ല, കാശ് മുടക്കി ഉണ്ടാക്കിയ സപ്പോർട്ടും അല്ല, ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ട് ഏറ്റവും ലോക്കല് ഈ പർവ്വത അഗ്മോനി എവിടെ വേണമെങ്കിലും PV സാർ എന്ന് പറഞ്ഞ അതാണ്. PVR സാർ അയക്കാം അങ്ങനെ പറഞ്ഞു, വേറെ ഒന്നും കൊണ്ടില്ല. അവർക്കൊരു കംപ്ലൈന്റ് ഇല്ല, ഒന്നുമില്ല. PV ഇത് അടുത്ത പറമ്പ് എന്താ പറഞ്ഞ അടുത്ത പറമ്പുക്കാ
നല്ലൊരു ഗ്രാമീണ വഴി ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇതൊക്കെ ഇച്ചയാണ്. ഇതൊക്കെ എന്താ ഇച്ചയാണല്ലേ? ഇത് മഹാഗണി. കാളവണ്ടി, പശുവണ്ടിയോ? കാള തന്നെയാണല്ലേ? ഇത് വേണമെങ്കിൽ എടുക്കാം അല്ലേ? നിർത്തല്ലേ? അതാണ് നമ്മളുടെ ഈ വഴിയെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ആയി കഴിഞ്ഞാൽ ഉള്ളൊരു സുഖം അതാ. ഒരു 2 മിനിറ്റ് നിന്ന് തരുവാണെങ്കിൽ കാളവണ്ടിയാണ് കാളവണ്ടി. വലിയ റങ്കൊന്നും ഇല്ല, എന്നാലും പുല്ല് കൊണ്ട് പോവാണ്. ഇവന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവനെയും കൂട്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വേറെ അതെ അതെ, നമുക്കൊന്നും പേടിക്കണ്ട. അതാണ് ഒരു വള്ളി കയറി വരുന്നില്ല, വള്ളി കയറില്ല, ഒരുവിധ ഇതൊന്നും അടുപ്പില്ല. നേരപ്പോൾ നമ്മൾ പോയിരുന്ന വഴിയിൽ നിന്ന് കയറി ഇപ്പോൾ ഒരു എന്താ പറയുക ഇഷ്ടിക പതിച്ച വഴിയിലൂടെ ഉള്ളിലോട്ട് തന്നെയാണ് നമ്മളുടെ യാത്ര. പോകുന്ന വഴിയിൽ നമ്മുടെ വയ്യൻ്റെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്തോ ഒരു പുല്ലുവെട്ട് കാര്യങ്ങളുണ്ട്, കാളവണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ശബരിമല മുറോ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. കാളവണ്ടി ഇതാ അല്ലേ? കാളയും കുതിരയൊക്കെ അവർ ഉപയോഗിക്കും. അത് ബാങ്കാണെന്നല്ല പറഞ്ഞേ, ഗഞ്ചല്ല. അത് നമ്മൾ കഞ്ചാവിൻ്റെ ഒക്കെ ഇല പോലെ തന്നെയുള്ളൊരു ഇലയുള്ള ചെടിയുണ്ട്, അത് ബാങ്കാണെന്ന് സാറ് പറയാം. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ലഹരി തന്നെയല്ലേ? അത് ഒരു വലിയ ലഹരി. അത് കുടിക്കുന്നതാണ് അങ്ങനെ? അത് മദ്യം പോലെ കഴിക്കുന്നതാണ്? അരച്ചിട്ട് ഗുളിക രൂപത്തിലാക്കിയിട്ട് വിഴുങ്ങുക. ആണോ? ഓ, പാല് കളക്കും. അതാ ചോദിച്ചാൽ. അങ്ങനെ ഞാൻ കുടിക്കുന്നത് എന്തോന്ന് കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച്. ഇത് എന്താ പറയുക, പുല്ല് വെട്ടുന്ന ഒരു പരിപാടിയാണ്, ഒരു മെഷീനാണല്ലേ? ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് ഉണ്ടോ? ചെരുപ്പുണ്ടോ? അത് പിടിച്ചാ ഒന്ന് കറക്കിക്കാം. അവിടെ കട്ടാവുണ്ടേ ഉണ്ടോ? അങ്ങോട്ട് വാ. ഈ സൈഡിൽ ഇത് കട്ടാവുണ്ട് ഉണ്ടാ. ഇതിങ്ങനെ തള്ളുന്നുണ്ട്. ശരിയാണ്. ആടാ. ആഹാ, കറക്കുന്നു. കൊള്ളാട്ടാ, കൊള്ളാം. പക്ഷെ വരുന്നില്ല, ഇപ്പൊ വരുന്നില്ല. ഇപ്പൊ പുല്ല് കഴിഞ്ഞ് ഇവിടെ നിന്നിട്ട് എന്താ പറയാ, തള്ളു വരുന്നില്ല. അതിന് കുറച്ചുകൂടി പുല്ല് വേണം, അപ്പോഴേ തള്ളു വരുള്ളൂ. ഇവിടെ ഒരു പുല്ല് ചാക്കിലാക്കുന്നു അല്ലേ? ലോഡാക്കി. അതാണ്. അതായത് ഇവിടെ ഇവരുടെ ഒരു ചെറിയൊരു ഷെഡുണ്ട്. ഇതിനകത്താണെങ്കിൽ പോലും ഇവരുടെ എന്താ പറയുക കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെയാണ്. വെള്ളം വിടാനുള്ള പൈപ്പ് സംഭവങ്ങൾ അങ്ങനെയൊക്കെ. പിന്നെ ഇത് ഉണ്ടാക്കിയ മുളക് കൊണ്ടാണ്, മുളക് ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയത്. താൽക്കാലികമായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെച്ചിട്ടില്ലേ, അത് തന്നെ സംഭവം. പിന്നെ ഇവിടുന്ന് ഇതേതാ നദി? ഒറിജിനൽ ചോട്ടാവാല. മലയാളം നമ്മളോട് പറഞ്ഞു. ഫുൾ ടൈമിൽ ഉണ്ടാവും അല്ലേ? ഇതുണ്ടാകുമ്പോൾ വെള്ളപ്പൊക്കമുള്ള സമയത്ത് ഇവിടെ വെള്ളം കയറും, അത് കഴിഞ്ഞില്ല. നമ്മൾ ഇനിയിപ്പോൾ ഒക്കെ പോകുന്ന ഗംഗേനൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാ സമയവും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. അങ്ങനെ പരന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളാണ് ഇതൊക്കെ. എന്താ സാറേ കാര്യമായിട്ടുള്ള കൃഷി? കടുക് തന്നെയാണോ? അധികം ഇവർ പശുവിനുള്ള പുല്ല് അല്ലേ? പുല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പണികളിലാണ് അവരൊക്കെ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു പയ്യനുണ്ട്, അവൻ തന്നെ അത്തരത്തിലുള്ള പണികളൊക്കെയാണ് എടുക്കുന്നത്. ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നു, 2 ചേച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവരും തന്നെ പുല്ലൊക്കെ വെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ പശുവിന് അവരുടെ എന്താ പറയുക പൈക്കൾക്ക് തിന്നാൻ വേണ്ടി കൊടുക്കാനാണല്ലോ. ഇവരും അവരെ നോക്കണ്ടേ? ഉണ്ടോ നല്ല പുൽക്കെട്ട് നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലം. ഒഡീഷയുടെ എന്താ പറയുക ഈ ഒരു ഏരിയ, ഒഡീഷ അല്ല സോറി എന്താ പറയുക ബീഹാറിൻ്റെ ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെ കേട്ടോ. പച്ച വിരിഞ്ഞ് കിടക്കുകയാണ് ചെങ്ങന്മാരെ പാടം. ഇവിടെ എന്താ കുറേ പേര് ഇരുന്ന് ഇവിടെ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരായിട്ട് നിർമ്മിച്ചൊരു പാലമാണ്, മുള കൊണ്ട് അല്ലേ? ഒരു മുളപ്പാലമാണ്. അപ്പോൾ ഈ ഒരു മുളപ്പാലത്തിന് ഇവിടെ മീൻപിടുത്തം നടക്കുന്നുണ്ട്. ഇതുകൂടെ ഇവർ സൈക്കിൾ കൊണ്ടുപോകും, ഇതിൽ വണ്ടിയും കൊണ്ടുപോകുന്നുണ്ടോ സാർ? ഇതുകൂടെ വണ്ടി കൊണ്ടുപോകണോ നമ്മളത്? ഫിഷിങ്. നല്ല മീൻപിടുത്തം നടക്കുന്നുണ്ട്. ഇവരുടെ തീറ്റ എന്താ?
പുയര തന്നെയാ? ആ പുയര തന്നെ അല്ലേ? ആ പുയരയാണ്. പുയര ഇതൊക്കെ ഓർത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഈയുണ്ട്. ഈർപ്പിയൊന്നല്ല, കയറാണ് അല്ലേ? നല്ല അടിപൊളി കേട്ടോ. കാലാവസ്ഥയൊക്കെ ഇങ്ങനെ നല്ല അനുകൂലമായ കാലാവസ്ഥ, മീൻ പിടിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. ആരെ കയ്യിൽ മീനൊന്നും കാണാനല്ല. ഒരു 3-4 പേരുണ്ട്. എല്ലാവരും കയർ ഉപയോഗിച്ചിട്ടാണ്. ഈർപ്പില്ല. ആർക്കും കിട്ടിയില്ല. പറൻ്റെ ഒക്കെ വലിപ്പം നോക്കാം. അവിടെ തൊട്ട് ഇവിടെ വരെ എത്തുന്ന വലിയ പറയാണ്. പൊങ്ങൊക്കെ വലിയ ജാതി പൊങ്ങ കിട്ടിയാണ്. പൊത്തിക്കഴിഞ്ഞാൽ സാധനം കിട്ടിയ ആ ചെറിയ മീൻ കിട്ടിയിട്ടുണ്ടല്ലേ? ആ ചെറിയൊരു മീൻ. ഇതെന്താ കോയാട്ടിയാ? കോയാട്ടി പോലത്തെ ഉള്ള ഒരു മീൻ കിട്ടിയുള്ളത്. അച്ഛാ കിട്ടട്ടെ, അവർക്ക് എല്ലാവർക്കും ആവശ്യത്തിൽ വേറെ മീൻ കിട്ടട്ടെ അല്ലേ? പിന്നെ ഇപ്പം എന്താ ഇവിടെ ഈ കാണുന്നത് ഫുള്ളായിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള പുല്ലുകളാണ്. ആ ഇത് കുറച്ച് കടലയാണത്. സാറേ ഇത് കടലയാണോ? ഇത് കടലയാ? കണ്ടിട്ട് കടല പോലെ ഉണ്ട്. കടല തന്നെ. പുല്ലന്നെ. ആ അപ്പൊ ഇതില് പ്രത്യേകിച്ച് കൃഷിയൊന്നുമില്ല. मिल्क एरिया सबसे ज्यादा अब खगड़िया दूध दही के लिए ही जाना जाता है। मिल्क एंड कर्ड। और यहाँ का दही खाइएगा ना, मतलब आप ऐसे करिएगा ना, वो जो घड़ा होता है नहीं गिरेगा, इतना बेस्ट दही होता है। തൈരും പാലും കഗടിയ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടുത്തെ ഇവിടെയാണല്ലേ? പിന്നെ വേറെ വർഷമുള്ളത് ഇവിടുത്തെ തൈരിന് ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് കയ്യിലെടുത്തിട്ട് കൊണ്ടുപോകാം. ആണോ? കട്ടയായിരിക്കും അല്ലേ? കട്ടത്തൈരാണ്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു നാട്ടിലൂടെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാ, വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അന്ന് ഞങ്ങളിതൊക്കെ ഇന്ത്യയുടെ സൗന്ദര്യം ഇതല്ലോ. ഭാരതത്തിന്റെ സൗന്ദര്യമാണത്. അതുപോലെ തന്നെ അതിലിങ്ങനെ ഒരു കാളവണ്ടി അടുത്തതായിട്ട് വരുന്നുണ്ട്. നേരത്തെ ഒരു കാളവണ്ടി കണ്ട, അതിൽ പോകണമെന്ന് ചോദിച്ചാൽ അങ്ങോട്ട്. പിന്നെ അപ്പോൾ അദ്ദേഹം ഒരു പുല്ലും കാര്യമൊക്കെ കൊണ്ടുപോവുകയാണ്. വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ ഒരു നദി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് ശരിക്കും ക്യാമ്പ് ചെയ്യണ്ടല്ലോ ഇപ്പോൾ. കക്കത്തോട് ഫുള്ള് കക്കത്തോടാണല്ലോ. ആഹാ ഇതൊക്കെ തന്നെയല്ലേ ഗ്രാമീണ കാഴ്ച എന്ന് പറയണല്ലേ? ശരിക്ക് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും മനോഹരമുള്ള കാഴ്ചകളൊന്നാണ്. എവിടെ പുറകെ കയറി ഇരിക്കാനോ? ഇതിലെവിടെ ഗ്യാപ്പ് ഇരിക്കാം? മേലെ കയറാൻ പറ്റോ? കാളപ്പുറത്ത് കേറിയിട്ടുണ്ട്, കാളവണ്ടി കേറിയിട്ടുണ്ട്. 2 കുരങ്ങന്മാര് കാളവണ്ടി കയറുന്ന കണ്ടിട്ടുണ്ടോ? ഇത് നോക്കി ഇങ്ങോട്ട് കണ്ടോ, പോന്നുണ്ടോ? ഇതൊക്കെ തന്നെ ചെങ്ങന്മാരെ. എന്താ അതിന്റെ ഒരു വൈബെത്തിട്ടാ എനിക്കിത് കാണുമ്പോളേ നമ്മളെ മോഹൻലാലും ശോഭനൊക്കെ ഉണ്ടല്ലോ. കുലിക്കണത് തേന്മാവിൻ കൊമ്പത്ത്. ഇത് കാളക്ക് ഞങ്ങളെ വെയിറ്റും കൂടിയും ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. പാവം, കാരണം ഇത്രയും പുല്ലും അത് വഹിക്കുന്നുണ്ട്. പോരാത്തതിന് ഞങ്ങൾ 3 പേരും കാളന്റെ മേലുണ്ട്. ഇവിടെ നോട്ടെ, ഇവിടെ മതി. താങ്ക് യു. പാലത്തും കൂടി കണ്ടാ കൊണ്ടുപോയത്. മോനെ അവരുടെ ഒരു ധൈര്യം, നല്ല വെയിറ്റ് ഉണ്ടാവില്ല പോലെ അല്ലേ? ഒക്കെ ആ കാള വലിച്ചു കൊണ്ടുപോകണം. ഏതായാലും കാളവണ്ടി കയറിയില്ല അറിയത്. അത് നടന്നു. അതെ, ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇവർക്ക് ആർക്കും അത് നിഷേധിക്കാൻ വേണ്ടി പറ്റൂല. കാരണം ഇവിടുത്തെ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു നാട്ടിലെ ഒരു രാജാവിൻ്റെ പവറാണ്. അപ്പോൾ അതാണ് നമ്മൾക്ക് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്തേക്കും നമുക്ക് നല്ല രീതിയിൽ കയറി ചെല്ലാൻ, ഏത് ഗ്രാമത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് കയറി ചെല്ലാൻ വേണ്ടി പറ്റും. മൂപ്പര് അദ്ദേഹം എവിടേക്ക് കൊണ്ടുപോകുന്ന അറിയില്ല, കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ? എന്നാ മക്കളെ, അതിമനോഹരമുള്ള സ്ഥലമാട്ടോ. സൈക്കിളിലാണ് പുല്ലുകൊണ്ടിരുന്നത്. നിങ്ങൾ പോയിക്കോളേ. കർഷകർക്ക് മുൻഗണനയാണ്. ഇത് കണ്ടത് ഈ വഴിയൊക്കെ ആളുകൾ നടന്ന് മാത്രം പോകുന്ന വഴിയാണ്. അതൊക്കെ കാളവണ്ടികൾ മാത്രം പോകുന്ന വഴിയാണ്. പിന്നെ ബൈക്കൊക്കെ കൊണ്ടുപോകുണ്ടാവും വരെ.
ഇതൊന്നും ബൈക്കൊക്കെ കൊണ്ടുപോകണ്ടോ, സൈക്കിളൊക്കെ കൊണ്ടുപോയിട്ട് പുല്ല് കൊണ്ടുവരുന്ന കാഴ്ച. അങ്ങനെ പുല്ലാണ് ഈ കണ്ണത്ത ദൂരത്ത് ചെയ്തൊക്കെ ഫുള്ള് കൃഷിയല്ലത്. ഇതൊക്കെ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ലാണ്. അതങ്ങനെ അരിഞ്ഞ് കൊണ്ടുപോവാണ് അവർ. അതെ, ആവശ്യാനുസരണം വന്ന് കൊണ്ടുപോവാം. അതിന് ഒരു വിലക്കുമില്ല. എന്താ സാറ് പോകുന്ന വഴിയണ്ട, ഞങ്ങൾ പോകുന്നത് അതേ വഴി തന്നെയാണ്. പക്ഷേങ്കിൽ ഇതിനൊരു ഭംഗി, ചെറിയൊരു കാഴ്ചയല്ലത്, അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ സാധനം ഉണ്ടല്ലോ, ഈ ഒരു പുറ്റ്, ഇത് നമ്മളുടെ എന്താ പറയുക, മടമൊയിൽ മടമൊയിലിൻ്റെ മടയാണത്. അതായത് അത് ഇപ്പം ഈ നമ്മുടെ പുയരയൊക്കെ ഉണ്ടല്ലോ കൂട്ടിക്കേറിയിട്ട് അല്ലേ, ഒരു മൺപുറ്റുണ്ടാവും, അതുപോലെ ഉണ്ട് അതിനും തന്നെ. അത് ഈ പാടത്ത് ധാരാളമായിട്ടുണ്ട്. അദ്ദേഹം അത് പറഞ്ഞു തരുമായിരുന്നു. മടമൊയിലിൻ്റെയാണ്. മടമൊയിൽ പറഞ്ഞാൽ പെരിച്ചായി ഇവിടുത്തെ എലിൻ്റെയാണത്. ഉണ്ടോ, അതിനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ കണ്ടമാനം ആളുകൾ ആ സമയത്ത് ഇറങ്ങാറുണ്ട്. വേറെ എന്താ നനയ്ക്കും. അത് കൃഷിയായിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെന്ത് നടക്കണേ? പുല്ല് വലിയ കൃഷിയല്ലേ, ഏറ്റവും വലിയ കൃഷിയല്ലേ. പുല്ല് കൃഷി ചെയ്യാണ് വരുതില്. അതല്ല വളർന്നു വരുന്നേ. ഇത് വലുതാവും, ഇത്രയൊക്കെ. അപ്പൊ ഇത് ആർക്കും മറിക്കാൻ വേണ്ടി പറ്റൂല. അവര് വെട്ടിയത് വിൽക്കുവാണോ ഈ പശുക്കൾക്കൊക്കെ വേണ്ടി? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പിൻവലിച്ചിരിക്കുന്നു. ഞാൻ എല്ലാവർക്കും വന്ന് പറിക്കാനൊന്നും വേണ്ടി പറ്റൂല. ഇതൊക്കെ ഇവരെന്നൊക്കെ പറഞ്ഞ ചെറിയ രീതിയിൽ തന്നെ കാശുണ്ടാക്കാൻ പറ്റുമല്ലോ. അതാണ് ആ ദൂരത്ത് കിടന്ന് മഞ്ഞപ്പാടം, കടുകും പാടം. ഇപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിയിൽ ഒരു ചെറിയൊരു എന്താ പറയുക കുണ്ട്, അതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇത് എന്താ പറയുക, ഗംഗ നിറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ ഒരു കാണുന്ന പച്ചപ്പുണ്ടല്ലോ, അതായത് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു താഴെ ഭാഗം തന്നെ ഒരു കുണ്ടുള്ള പോലെ തന്നെയാണത്. ഈ കാണുന്ന ഏരിയ ഫുള്ളായിട്ട് വെള്ളം നിറയും. മണ്ണ് അതെ, അതിന്റെ മുകളിൽ വരുമ്പോൾ അതായത് ആ മരത്തിന്റെ ഒക്കെ നമ്മുടെ ഒരാളുടെ അതെ 2 ഹൈറ്റ്, 2 ആളുടെ ഹൈറ്റിക്ക് വെള്ളം ഇവിടെ വരും. അതായത് ഇതൊരു ഗംഗയായിട്ട് തന്നെ മാറും ഈ ഒരു ഏരിയ. അപ്പൊ വരുമല്ലേ, അതാ നമ്മുടെ പാലം കേട്ടോ. അവിടെയാണല്ലോ പാലം, അതാ പൊളിഞ്ഞടിപ്പം. പിന്നെ ആ നേരത്ത് വെള്ളം വന്ന് കയറി ഇറങ്ങിപ്പോയില്ല, വെള്ളം ഇറങ്ങുമല്ലോ. വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ കുണ്ടുകളിൽ വെള്ളം നിൽക്കും. ആ ടൈമിൽ ഇവർ ഇതൊന്ന് മീനും പിടിക്കുന്നതാണ്. ആ ടൈമിൽ നല്ല മീനും കിട്ടും. അതാണ് പ്രത്യേകത. അപ്പോൾ ഇതിലൊക്കെ വെള്ളം പറ്റിപ്പോയി. ഇപ്പോൾ ഇനിയിപ്പോൾ ഫ്ലഡിൻ്റെ ടൈം ആവാറായി അല്ലേ. യൂഷ്വലി സമ്മറിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആണോ? ഹിമാലയ മഞ്ഞ് വെള്ളം ഇങ്ങോട്ട് ചാടുമല്ലേ, കൂടുതൽ വെള്ളം കയറി വരുന്നത്. പിന്നെ മഴക്കാലത്തും ഉണ്ട്, ഇല്ലെന്നല്ല. അതിനേക്കാൾ കൂടുതൽ വേനൽക്കാലത്താണല്ലേ. സമ്മറിലാണ്. അണ്ടങ്ങള് ഇതെന്താ ടറഫ് വിരിച്ചതുപോലെ. പുല്ല് കൃഷിയാണത്, പുല്ലാണ് കൃഷി ചെയ്യുന്നത് ഇവിടെ. അതിന് മാത്രം പുല്ല് എന്തിനാന്ന് നിങ്ങൾ ചോദിക്കും. കാരണം അത്രയും പുല്ല് ആവശ്യമുണ്ട്. ഇതൊന്നും തികയില്ല. നമ്മൾക്ക് പാലും അതുപോലെ തന്നെ തൈരും ഒക്കെ കിട്ടണമെങ്കിൽ അകത്തേക്ക് എന്തെങ്കിലും കയറണം പൈക്കളെ. അപ്പോഴേ അതൊക്കെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഇവിടെ നല്ല മരുന്നടി നടക്കുന്നുണ്ട്. ഈ പുല്ലിന് മരുന്നടിക്കുന്നുണ്ട് സാറേ. ओके होता है ना कि कीटनाशक सब वगैरह गिरेल मारेल ना। खरपतवार सब जितना से सब जलिस्ट। हां वो तो विश्व जो एक अलग से है टोटल वाला എന്താണ് പിന്നെ ഇതിൽ കീടങ്ങളും ഇതെല്ലാം വരുന്നത് കൊണ്ടാണ് മരുന്നടിയിലാണ്. അത് ഈ ഇലയൊക്കെ മഞ്ഞാവുന്നതുകൊണ്ടാണ്, കൊണ്ട് കരിഞ്ഞു പോകുന്നതുകൊണ്ട്. മൂപ്പര് കാണിച്ചു തരാന്നാണ് പറയണത്. വേണ്ട, നമ്മള് നടക്കണേനല്ല, ചിലപ്പോ ചെടി ഉണ്ടെങ്കിലും. ഇത് കള ഇത് പറ്റൂലല്ലേ. കള ഉണ്ടാവില്ല, വേറെ സാധനങ്ങളിൽ इसमें कोई കളനാശിനി അപ്പൊ ഇതിന് കേടൊന്നും പറ്റൂല, ഇതൊന്നും പറ്റില്ല. ഇതെല്ലാം അതുപോലെ ഉണ്ടാവും. വേണ്ട. ഇത് ഏതാ പ്ലാന്റ്? ഇത് ഏത് തരം? कौन घास है? wheat बीट है, गोदम्बो। ഗോതമ്പോ?
ഇത് ഗോതമ്പാ? ഇത് ഇവിടെ ഗോതമ്പായത്. സാധാരണ മനുഷ്യർ കഴിക്കണ ഗോതമ്പാ? ഇത് ഗോതമ്പാകണത്രേ. മെയിലാകുമ്പോ മല ഹോളി തक വെരി ഗുഡ്, അടിപൊളി. അപ്പൊ ഇത് വെറും പുല്ലല്ല, ആട്ടയിലേക്ക് മാറി. ഞങ്ങൾ വീണ്ടും ഞങ്ങൾ പറഞ്ഞ പ്രസ്താവന പിൻവലിക്കുകയാണ്. ചെങ്ങന്മാരെ ഈ കാണുന്നത് ഇത് പശുവിന് കൊടുക്കാനുള്ള പുല്ല്. ഇത് പശുവിന് കൊടുക്കുന്ന, ഇതിപ്പോ ഞാൻ എല്ലാം ചോദിച്ചാൽ ഇതും ഒരു തരം എന്താ പറയാ പൂവൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞ. ഏതായാലും ഈ ഒരു സാധനം ഇത് കട്ട എന്ന് പറയുന്നത് സെന്റ്. ഒരു സെന്റ്, അതായത് ഒരു സെന്റിന് 2500 റുപ്യ. ഒരു സെന്റ് സ്ഥലത്തുള്ള പുല്ല് ഒരാൾ വാങ്ങുവാണെങ്കിൽ അദ്ദേഹം 2500 രൂപ കൊടുക്കണം. അങ്ങനെ ഒരു സെന്റിന് 2500 റുപ്യ വെച്ച് ഇതിലിപ്പോ ഇത് എത്ര തന്നെ 24,000 റുപ്യന്റെ സാധനമാണ് ഈ കാണുന്ന പുല്ല്. കൊടുത്തോണ്ടാണ് ഇവിടുത്തെ പാലിനൊക്കെ നല്ല കൊഴുപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ, പൈക്കളും തന്നെ നല്ല സ്ട്രോങ് പൈക്കളാണ് അല്ലേ, നല്ല ആരോഗ്യമുള്ള പൈക്കളാണ് അവിടെ ഉള്ളത്. അത് ശരിയാ. പിന്നെ നമ്മളാ കാണുന്നത് അപ്പുറത്ത് കടുക് പടം. അതെ അതെ, അങ്ങനെയല്ല, ഇവര് നന്നായിട്ട് നോക്കും, നല്ല നോട്ടം നോക്കും. അങ്ങനെയെങ്കിൽ കടുകും പാടം. ഇതില് കടുകുണ്ട്. കടുക് നമ്മൾ കാണിച്ചതാണ്. പക്ഷേ ഈ കടുകിന് ഒരു പ്രത്യേകത എന്താ പറയുക ഇപ്പോൾ, ഇത് നല്ല ഹൈറ്റ് ഉള്ള കടുകാണ് അല്ലേ, നല്ല ഹൈറ്റുള്ള. അതായത് ഏകദേശം നമ്മളുടെ ഞങ്ങളിവിടെ നിന്നാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മളുടെ ഒരു അതെ അതെ. ഇപ്പൊ എന്നാൽ തന്നെ ഇപ്പൊ എന്നെ എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നടന്നു പോകണ എന്നെ കാണൂല. അത്രയും ഹൈറ്റ് ഉണ്ട്. നല്ല ഇതിന്റെ അത്ര നമ്മൾ കണ്ടിട്ടുള്ളൂ. അതെനിക്ക് തോന്നുന്നു ഇത് കാലക്രമേണ ഇത് ഒഴിവാക്കണില്ല. അതായത് ഒഴിവാക്കണില്ല അത്. ഇതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കും ഈ കാലം. ഇതുമ്പോ എങ്ങനെ പറിക്കലെന്നുള്ള അറിയണില്ല. ഇതിന്റെ കൊയ്ത്തൊക്കെ ഒന്ന് കാണാറുണ്ട്, പൊളിക്കും. അവിടെ എന്താ പക്ഷി സങ്കേതോ? ഇവിടുത്തെ പാടങ്ങളിൽ മറ്റ് ഉള്ളൊരു എന്താ പറയുക ഒരു സംഭവം കൂടിയാണ് ഇരുതലമൂരി. അപ്പോൾ അതും തന്നെ ഇവിടെ അതിന് വെള്ളത്തിൻ്റെ പ്രസൻസ് വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. എല്ലാന്നാണെങ്കിൽ കണ്ടങ്ങളിലൊക്കെ ഉണ്ടാവും, മാളത്തുനിന്ന് പുറത്തേക്ക് വരും. പിന്നെ ഈ കാണുന്ന പുല്ലുണ്ടല്ലോ, ഇത് ഇവരുടെ വീട് നിർമ്മാണങ്ങൾക്കൊക്കെ നമ്മൾ സാധാരണ ഇവരുടെ ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വേണ്ടി കാണാൻ വേണ്ടി പറ്റിയൊരു തരം പുല്ല് അല്ലേ. അതാണ് ഒരു മേലെ ഇടുന്നത്. അതെ, മേൽക്കൂടെ ഒക്കെ ഈ ഒരു പുല്ല് വെട്ടി കൊണ്ടുപോയിട്ടാണ് അവരത് ചെയ്യുന്നത്. നമ്മളപ്പോൾ അത് മുളയാണെന്നൊക്കെ കരുതാറുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഇത് ഇത്തരത്തിൽ പുല്ലാണ്. ഈ ഒരു പുല്ല് വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. പിന്നെ ഇവിടെ പരിപ്പിൻ്റെ കൃഷി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ ഒരു പുല്ലും അദ്ദേഹം പറഞ്ഞു. നല്ലൊരു ഗൈഡാട്ടോ ആള് അല്ലേ, കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ മുമ്പ് പഠിപ്പിച്ചൊരു അധ്യാപകനാണ്. ഇന്ന് ആ പഠിച്ചിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളാണ് കൂടെ ഉള്ളത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ക്യാമറയും കൊണ്ട് യൂട്യൂബേഴ്സ്. അപ്പോൾ അതും കൂടി ആയപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനാണ്. എല്ലാം നമ്മൾ നടന്ന് കൊണ്ടുപോയി കാണിക്കുകയാണ്. താഴ്ന്നു പോവോ? ഇത് ഇവിടുത്തെ പാടങ്ങളിൽ കാണുന്ന ഒരു തരം പുല്ലാണ്. ഈ ഒരു പുല്ല് സാധാരണയായിട്ട് കാണപ്പെടുന്നൊരു പുല്ലാണ്. പക്ഷേങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള പുല്ലാണ്. നല്ലൊരു ചെറിയൊരു ലൈറ്റ് ഓറഞ്ച് കളറിൽ ഇതിങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പരിപ്പ് കൃഷി എവിടെ? അതെവിടെ കാണുന്നില്ല. ഇവിടെ അദ്ദേഹം പുല്ല് വാങ്ങിയിട്ടാ, പുല്ല് വാങ്ങി. ആ കർഷകൻ പുല്ല് വാങ്ങി. കുരുവിയാ? അതിൽ കിട്ടിയിട്ടുണ്ടോ? ഇവർ പുല്ല് വെട്ടുന്നുണ്ട്. ഉണ്ടാ ഇപ്പോൾ ഈ ഒരു ഏരിയ ഇത് നല്ലൊരു സംഖ്യക്കുള്ള ഏരിയ ഉണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ. അതെ, ഇത് പശുവിനുള്ളതാണ് ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ട്രൈ ചെയ്യണോ എനിക്ക്? തരാം. മൂപ്പര ഒരു പിടുത്താവട്ടെ, എന്നിട്ട് മൂപ്പര് തരും. ശ്രദ്ധിക്കട്ടെ. എന്താണ് അരിഞ്ഞാട് എടുക്കോ?
വലി ആ അങ്ങനെ തന്നെ. ഇവിടെ നിന്നോട്ടെ കേട്ടോ, ഇവിടെ നിന്നോട്ടെ കേട്ടോ. ആ ഇത് കേട്ടണ പോലെ നല്ല കാണാൻ അങ്ങനെയാണ് അതിന്റെ എക്സ്പീരിയൻസ് ആവാം. ആ അത് മാത്രമേ ഉള്ളൂ. അതെ ഞങ്ങൾ പിന്നെ ഇവിടെ മീൻ പിടിക്കുന്നിടത്തേക്ക് എത്തിയിരുന്നു. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഒരു വലിയൊരു മീനുണ്ട് ഉണ്ടാ. ഇത് അത്യാവശ്യം വലിയൊരു സാധനമാണ്. നല്ല സാധനമാണ് പിടിച്ചത്. അപ്പൊ ഇവർക്ക് അത്യാവശ്യം വലുത് മീൻ ഉണ്ട്. മീൻ നന്നായിട്ടുണ്ട് എന്നാണ് ഇവനും പറഞ്ഞത്, സുബേൻ പറഞ്ഞത് തന്നെയാണ്. ये जो मतलब यहाँ का गंगा नदी है, सबसे बड़ी यहाँ का खासियत है कि जो रामायण काल था ना, जो गॉड रामा थे, तो यहीं से जल भर के इनको यहाँ उत्तरवाहिनी नदी यहाँ कहा जाता है। सबसे पहला सबसे पुराना इतिहास है यहाँ रामायण। वो सुल्तानगंज है उस तरफ। राम भगवान भी यहाँ से जल भर के जलाभिषेक किए थे, बाबा भोला को, शंकर भगवान को, गॉड देवघर में। സാർ അപ്പൊ ഹിന്ദി അറിയാത്ത ആളുകളും ഉണ്ടാവുമല്ലോ നമ്മുടെ ഇപ്പൊ ഞങ്ങളെ പോലെ തന്നെ. അപ്പൊ അവർക്ക് കൊണ്ടൊരു സാറും തന്നെ ഇപ്പുറത്ത് നിന്നിട്ട് അവൻ പറയുന്നത് ഒന്ന് മലയാളം ട്രാൻസ്ലേറ്റിംഗ്. ഗംഗാ നദി പുരാണ കാലത്ത് ശ്രീരാമന്റെ കാലത്ത് ഉണ്ടായിരുന്ന പറയുന്നത്. അത് പിന്നെ അത് പറയാൻ കാരണം രാമൻ ഇവിടുന്ന് ഗംഗാജലം എടുത്തിട്ട് ശിവക്ഷേത്രമുണ്ട് ദേവഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ആ സ്ഥലത്ത് പോയി പിന്നെ അവിടെ ജലം വെള്ളം എടുത്തിട്ട് കൊണ്ടുപോയി അവിടെ അർച്ചന നടത്തിയിട്ടുണ്ട്. ഇതാ പറയപ്പെടുന്നത്. അതാണ് ഏറ്റവും പുരാണമായ. और उस तरफ जो एक अजगैबीनाथ है, वो समझिए औरंगजेब थे ना, उस टाइम जब पूरा मंदिर को तोड़ रहे थे, उस टाइम वही मंदिर है जिसको अभी तक तोड़ा नहीं है। मतलब बिहार है तो बिहार में ये साइड में जो ബീഹാർ ऐसा मान्यता है. ബീഹാറിലുള്ള ക്ഷേത്രങ്ങളെല്ലാം മുഗളിന്റെ ഔറംഗസീബിന്റെ കാലത്ത് കുറേ തകർത്തായിരുന്നു. പക്ഷെ ഇതിന്റെ ഗംഗാന്റെ അപ്പുറത്ത് അജ്ഗബിനാഥ് എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതിപ്പോ അങ്ങനെ തന്നെ പഴയതുപോലെ തന്നെയാണ്, അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടല്ലേ. പിന്നെ और अपने से क्या करना है, क्या आप अपने बारे में बोल दीजिए, कहाँ नाम बोल दीजिए, क्या कर रहा है, ये सब तो बता दीजिए. मेरा नाम शुभम है, शुभम कश्यप, और मैं यहाँ पर बिजनेस करता हूँ, स्पोर्ट्स का करता हूँ. स्पोर्ट्स का हर चीज़ में बिजनेस करता हूँ, और मैं यहाँ एक तरह से कहता हूँ किसान भी हूँ यहाँ. हाँ, मैं फार्मिंग वगैरह है यहाँ पर, लीची का, आम का, गेहूँ का, मकई का, हर चीज़ है, फार्मिंग भी है, और मैं पर्सनली स्पोर्ट्स का बिजनेस. ശുഭം എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഇവിടെ നമ്മുടെ പ്രമുഖ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മകനാണ്. അപ്പോൾ ബിസിയാണ് സമയം. പിന്നെ സ്പോർട്സ് കട നടത്തുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് രാവിലെ MLA ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് മാറ്റി നിർത്തിയിട്ടാണ് നമ്മളെ കൂടെ ഇന്ന് വന്നിട്ടില്ല. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ ആ ഒരു പുൽകൃഷിയും കഴിഞ്ഞ് മീൻപിടുത്തൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സുബ മുന്നിൽ പോകുന്നുണ്ട്. നമ്മളിന്ന് നെക്സ്റ്റ് എവിടേക്കാ? നമുക്ക് അടിപൊളി ടൗണിൽ പോട്ടെ. അതെ, എന്തെങ്കിലും കഴിക്കണം. ഞങ്ങൾ രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണം കുറച്ച് ലൈറ്റ് ആയിട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ സമയം ലൈറ്റ് ആയിട്ട് അതൊക്കെ ഇതിൽ പോയത് ഞങ്ങൾ കണ്ടില്ല. എന്താ നമ്മുടെ TV സാറാണെങ്കിൽ പഴങ്കഞ്ഞിയാണ് കുടിച്ചത്. അപ്പൊ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഇപ്പൊ സമയം എന്താ അത്യാവശ്യം 2:20 അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ വിശപ്പുള്ള സമയമായി. അപ്പൊ ഞങ്ങള് പർവ്വത ടൗണിൽ പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഇല്ലാതാണ് നമ്മൾ സ്കൂളിലെത്തിയിട്ട് കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാം. എന്താണ് പ്ലാൻ എന്നുള്ളത് സാറേ അതൊരു ഹോട്ടൽ കണ്ടുവെച്ചാണ്. നമ്മളവിടെ പോയിരുന്ന ചെറിയൊരു കുഞ്ഞു ബിരിയാണി, ഒരു കുട്ടി ബിരിയാണി, ഒരു കുട്ടി ബിരിയാണി എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അല്ലെങ്കിൽ ഋതുരാജ് കയറിയിട്ട് അത്യാവശ്യം നല്ല കുട്ടി ബിരിയാണി മതി. ചെറിയ കടകളാണ് ഞങ്ങൾക്ക് ഇഷ്ടം. പർവ്വത്തെത്തി. പർവ്വത ബിരിയാണി ഉണ്ട്. ബിരിയാണി ഇത് ഈ കുടുക്ക, ഇത് ബിരിയാണി കുടുക്കയാണ്. ബിരിയാണി കുടുക്ക നമുക്ക് നോക്കിയാൽ അതിൽ ബിരിയാണി ഉണ്ട്. നല്ല മണമുണ്ട്, കൊള്ളാം അല്ലേ. ഇതൊരു ചെറിയൊരു ഹോട്ടലാണ്. ഭയങ്കരമായിട്ട് ഫ്ലെക്സ് ഒക്കെ ഇട്ട് പരസ്യം ഇട്ട നല്ലൊരു അടിപൊളി ഹോട്ടൽ. അതേതാ ചിക്കനാ?
ചിക്കൻ അത് ഇതാടാ. അത് ഉണ്ടാക്കുന്നു. ആ അത് അങ്ങനെ കടന്ന് വേകുമോ? അല്ല എൻ്റെ സാധനം എടുത്തിട്ട് ഇപ്പോൾ പോകണം. ആ അവിടെ കിലോ കണക്കാണുള്ളത്. 1 കിലോന് എത്ര? 1 കിലോ പൈസ 250. 220. ബിരിയാണി അതാ തൂക്കി വിൽക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചൂടുള്ള വാർത്ത 250 ഗ്രാം ബിരിയാണിയാണ് ഒരാൾക്ക്. അതിൽ പീസുണ്ട്, റൈസും ഉണ്ട്, ഒക്കെ പാടെ കൂട്ടി വെച്ച സംഭവമാണ്. ടൈറ്റാണോ? ഇവരുടെ ആ ഒരു ജീര ആ ടെസ്റ്റ് എന്നാലും കുഴപ്പമില്ല. മക്കളെ ചെങ്ങന്മാരെ അങ്ങനെ സമയം അതിക്രമിച്ചിരിക്കുന്നു. 8 മണിയായി. ഞങ്ങൾ വന്നിട്ട് ബിരിയാണിയൊക്കെ തിന്നിട്ട് വന്നിട്ട് മയങ്ങി. അതെ, നല്ല സുഖസുന്ദരമായിട്ടുള്ള ഉറക്ക് അല്ലേ. പുറത്തേക്ക് എന്ത് ഇരുട്ടില്ലേ? അതില്ല, 8 മണി സമയമല്ലോ ഇപ്പോൾ. ഇരുട് കാണിച്ചതോടോ അതേപോലെ മനസ്സിലാക്കാൻ പോയി. ഏതായാലും ഇവിടെ നല്ല തണുപ്പുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരു ചെറിയൊരു പനി വരുന്നത് പോലെ ഉണ്ട് എനിക്ക്. അപ്പോൾ രാവിലെ ഒരു ഗുളിക കുടിച്ചതാണ്. കിടന്നിട്ട് എണീക്കാൻ തോന്നില്ല. പിന്നെ അപ്പോൾ ഇവർ വിളിച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കുകയാണ്. കഞ്ഞി കൂട്ടിയിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് കഞ്ഞി കഴിക്കില്ല, കറി എന്നിട്ടുണ്ടാക്കാം. അത് കഴിച്ചിട്ട് ഒരു ഗുളിക കൂടി മുടിച്ച് ടൈറ്റാക്കിയിട്ട് സ്ലീപ്പിംഗ് ബാങ്കിൻ്റെ ഉള്ളിൽ കയറി കിടക്കുക. നേരത്തെ നീക്കേണ്ട ആവശ്യമൊന്നും നാളല്ല. പക്ഷേ നാളെ നമുക്ക് എവിടേക്കൊക്കെ പോകണം എന്ന് പറയുന്നത്. ഇവിടെ ഈ 2 ദിവസം കൂടി അവധിയാണ്. ഇവിടെ ഈ തണുപ്പുണ്ട്. ഇവിടുത്തെ കാറ്റിന് ഇവിടെ നമ്മളുടെ മഴ കൂടിക്കഴിഞ്ഞാൽ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്ന പോലെയാണ്. ഇവിടെ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാറ്റാണ്. ആ ഒരു കാറ്റുണ്ടായാലും അവധി കൊടുക്കും കുട്ടികൾക്ക്. ഏതായാലും അവധി ആയതുകൊണ്ട് നമ്മൾക്കും തന്നെ ഇവിടെ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കയറ്റുന്ന ദിവസം തീരുവാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ബൈ.